ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ മെഷീൻ്റെ കംപ്ലൈൻറ്റിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതേപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മെഷീനിൽ സ്റ്റിച്ചിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടിയിലുള്ള കംപ്ലൈൻ്റ് ആണെന്ന്, അടിയിലത്തെ നൂലാണ് നമുക്ക് കട്ട പിടിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ മുകളിലുള്ള പ്രശ്നമായിരിക്കും കേട്ടോ. ഇവിടെയുള്ള ഈ സംഭവത്തിൽ വരുന്ന പ്രശ്നമാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിന് വരുന്ന പ്രശ്നങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് അടിയിലെ സ്റ്റിച്ചാണ് കംപ്ലൈൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ സാധനം ഉണ്ടല്ലോ, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് തയ്ച്ച് നോക്കാം. അപ്പോൾ ശരിയാവും കേട്ടോ. നൂല് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ലൂസാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായി ഒറ്റയടിക്ക് തന്നെ നമ്മൾ ഫുള്ളായിട്ട് അങ്ങോട്ട് മുറുക്കി ടൈറ്റ് ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് പതുക്കെ തയ്ച്ച് നോക്കുക ശരിയാവുന്നുണ്ടോ സ്റ്റിച്ച് എന്ന്. എന്നിട്ട് നമുക്ക് വീണ്ടും ശരിയായിട്ടില്ലെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ചെറുതായി ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ശരിയാക്കി എടുക്കാം കേട്ടോ. അതല്ല നമ്മൾ മുകളിലുള്ള തയ്ക്കുമ്പോൾ മുകളിൽ വരുന്ന കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ബോബിൻ കേസിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിയിൽ നിന്ന് നമുക്ക് ബോബിൻ കേസ് അഴിച്ചെടുക്കുക. ഈ ബോബിൻ കേസ് അയച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് നമ്മളെ മെറിറ്റിൻ്റെ ഡബിൾ മെഷീനാണ്. സിംഗിൾ മെഷീനാണെങ്കിലും ഡബിൾ മെഷീനാണെങ്കിലും ഒരേപോലെ തന്നെയാണ് കേട്ടോ. കംപ്ലൈൻറ്റ് വന്നാലും നമ്മൾ ശരിയാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബോബിൻ കേസിൻ്റെ പ്രശ്നമായിരിക്കും മുകളിലുള്ള സ്റ്റിച്ച് കംപ്ലൈൻ്റ് ആണെങ്കിൽ കേട്ടോ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് സ്ക്രൂ കണ്ടില്ലേ, ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഇത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സ്ക്രൂ നമ്മൾ ചെറിയ മെഷീൻ വാങ്ങുമ്പോൾ നമുക്ക് ചെറിയ ഇത് കിട്ടുമല്ലോ, സ്ക്രൂ ഡ്രൈവർ കിട്ടുമല്ലോ, അത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ചെറുതായി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്ക് ഈ സ്ക്രൂ ഒന്ന് ചെറുതായിട്ട് കേട്ടോ, ഒരുപാട് ടൈറ്റ് ചെയ്യരുത്. ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നൂല് പൊട്ടിപ്പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ നൂലിങ്ങനെ വലിച്ചു നോക്കുക. ഈ ബോബിൻ കേസിൻ്റെ ഇപ്പുറത്തേക്കുള്ള നൂലുണ്ടല്ലോ, അതൊന്ന് നമുക്ക് വലിച്ചു നോക്കുക. അപ്പോൾ നമുക്കിങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി വരണം. ഒരുപാട് ടൈറ്റും പാടില്ല, എന്നാലും ഒരുപാട് ലൂസും വരാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് നൂല് ഈ ഗ്യാപ്പിലൂടെ ഇങ്ങോട്ടിട്ടിട്ട് ഇതിലൂടെ ഇപ്പുറത്തേക്ക് ഇട്ട് ശരിക്ക് കറക്റ്റാക്കി ഇടണം. ഇവിടെ ഒന്നും കുടുങ്ങി പോകരുത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിലുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടിയിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ പ്രശ്നമായിരിക്കും കേട്ടോ. നൂല് ഒന്നുകിൽ നൂല് കോർത്തത് ശരിയായിട്ടില്ലെങ്കിലും അങ്ങനെ വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നൂല് നല്ല ടൈറ്റായിരിക്കും. ടൈറ്റാണെങ്കിൽ ഇതൊന്ന് ലൂസാക്കി കൊടുക്കുക. ഈ നൂല് നമ്മൾ കോർത്തത് മെല്ലെ ഒന്ന് വലിച്ച് നോക്കുക. കറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായി ഒന്ന് ലൂസാക്കുക. ഒരുപാട് ലൂസായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ടൈറ്റ് ചെയ്തും കൊടുക്കുക കേട്ടോ. അതേപോലെ മുകളിലുള്ള സ്റ്റിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമ്മൾ ബോബിൻ കേസിൻ്റെ ഈ സ്ക്രൂ ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നൂലിട്ട് വെച്ചതിന് ശേഷം ഇതൊന്ന് നമുക്കിങ്ങനെ വലിച്ച് നോക്കുക കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കറങ്ങി വരും വേണം, എന്നാലും ഒരുപാട് ടൈറ്റ് ഉണ്ടാവാനും പാടില്ല കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിലുണ്ടാകുന്ന കംപ്ലൈൻറ്റുകളൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.